സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാധനയായിട്ടാണ്. സാധനയല്ലോ സംഘജീവിതം, സാധകർ നാം അഹർനിശം, രാത്രിയും പോലും സാധകരാണ്. അതുകൊണ്ട് ഒരു ആധ്യാത്മികമായ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രത്തെയും സമൂഹത്തെയും നോക്കുന്നവരാണ് സംഘം. അപ്പോൾ കവികളായിട്ടുള്ള സ്വയംസേവകർ, അല്ലെങ്കിൽ കവിത്വം എന്ന് പറയുന്ന ഒരു ഗുണം ഉള്ളിലുള്ള സ്വയംസേവകർ, അവർ ഈ വിഷയത്തെ കാണുമ്പോൾ അവർക്ക് ഇത്തരം സിംബൽസ്, ഇത്തരം പ്രതീകങ്ങൾ ഉയർന്നു വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ ഏകനിഷ്ഠ സേവകൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ സാധനയെക്കുറിച്ചാണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംഘം ഒരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം, സംഘമാവണം എൻ്റെ ജീവിതം, എന്തു ധന്യം ഇതിൽ പരം. ഇത് ഒരു തലത്തിൽ പറഞ്ഞാൽ സാധനയുടെ കാര്യത്തിൽ, ജപത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ആത്യന്തികമായൊരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആചാര്യന്മാരൊക്കെ പറയുക ശിവോ ഭൂത്വാ ശിവം യജേത് എന്നാണ്. ശിവയജനം, ശിവപൂജനം നടത്തണമെങ്കിൽ അതിൽ വേണ്ടത് ശിവനായിത്തീർന്ന് ജപിക്കുകയാണ് വേണ്ടത്, അല്ലെ ശിവനാകാൻ ജപിക്കുകയാണ് ചെയ്യേണ്ടത്. ജപിച്ച് ശിവനാവുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. സംഘം ഒരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം, സംഘമാവണം എൻ്റെ ജീവിതം, എന്തു ധന്യം ഇതിൽ പരം. അപ്പൊ അതും ആ അർത്ഥത്തിൽ ഒരു പരിപൂർണമായ ആധ്യാത്മികമായ ആശയത്തിന്റെ, ആദർശത്തിന്റെ, തത്വശാസ്ത്രത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് വരുന്നത്. ഇതെവിടെയും പറഞ്ഞു മേനി നടിക്കാനൊന്നും സ്വയംസേവർ പോകുന്നില്ല. ഇതൊരു നിശബ്ദമായ ഒരു വലിയ മാറ്റത്തിന്റെ നിശബ്ദമായി നടക്കുന്നതാണ്. ഇത് ഇന്ന ആളാണ് എഴുതിയത്, അതുകൊണ്ട് അത് എൻ്റെ ഒരു അവതരണം ലോകത്തിന്റെ മുമ്പാകെ നടത്തും. സംഘം ഒരിക്കലും ചിന്തിക്കുന്നു പോലുമില്ല. സ്വയംസേവരുടെ മനസ്സിൽ ഈ പ്രേരണ കൊടുക്കാനാണ്.